ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ പേജ് നമ്പർ 10, 11 എല്ലാ ചോദ്യങ്ങളും ചെയ്തു. ഇനി നമ്മൾ പേജ് നമ്പർ 14 പോകുന്നത് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of pen? Price of pencil. Okay. Yes. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. മക്കളെ ഒന്നുമില്ല, നമുക്ക് പേനയുടെ വില പ്രൈസ് ഓഫ് പെൻ, പ്രൈസ് ഓഫ് 1 പെൻ അല്ലെങ്കിൽ ഒരു പേനയുടെ വില പ്രൈസ് ഓഫ് പെൻ എക്സ് എന്നെടുക്കാം. അതുപോലെ പ്രൈസ് ഓഫ് പെൻസിൽ, പെൻസിലിൻ്റെ വില നമുക്ക് വൈ എന്നെടുക്കാം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വേരിയബിൾ കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ച് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ 4 പേനയ്ക്കും 3 പെൻസിലിനും 66 രൂപ. 4 പേനയ്ക്കും 3 പെൻസിലിനും 66 രൂപ. 4 പേനയ്ക്കും 3 പെൻസിലിനും 66 രൂപ. ഓക്കെ അല്ലേ മക്കളെ? ഒരു പേനയ്ക്ക് എക്സ് ആണെങ്കിൽ 4 പേനയ്ക്ക് 4x പ്ലസ് ഒരു പെൻസിലിന് വൈ ആണെങ്കിൽ 3 പെൻസിലിന് 3y ഇസ് ഈക്വൽ ടു 66. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കിനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. പ്രൈസ് ഓഫ് 7 പെൻസ് ആൻഡ് 3 പെൻസിൽസ് ഈസ് 111 rupees. 7 പെൻസ്, 7 പേനയ്ക്കും 3 പെൻസിലിനും 7 പെൻ പ്ലസ് 3 പെൻസിൽസ് ഓക്കെ ഈക്വൽ ടു 111. 7 പേനയ്ക്ക് 3 പെൻസിലിനും 111 രൂപ. അങ്ങനെയാണെങ്കിൽ 7 പേനയ്ക്ക് 7x പ്ലസ് 3 പെൻസിലിന് 3y ഇസ് ഈക്വൽ ടു 111. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലായി. നമുക്കിനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മളിത് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ ഇക്വേഷൻ 7x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 111. രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66. ഇക്വേഷൻ നമ്പർ 1 എഴുതുന്നു. ഓക്കെ മക്കളെ, വേരിയബിൾ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. 3y സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറച്ചാൽ മതി. 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. 2 മൈനസ് 1 ഇംപ്ലൈസ് 7x മൈനസ് 4x 3x ആണ് പ്ലസ് 3y മൈനസ് 3y 0 ഇസ് ഈക്വൽ ടു 111. 111 നിന്ന് 66 പോയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ്സ് ഈക്വൽ ടു 45 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ മക്കളെ? സോ 3x ഇസ് ഈക്വൽ ടു 45 ആണ് ആൻഡ് x ഇസ് ഈക്വൽ ടു 45 ബൈ 3 ഇൻറ്റു 3 നേരെ താഴേക്ക് ബൈ 3. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 15 ആണ് കേട്ടോ. സോ പേനയുടെ വില നമുക്ക് കിട്ടി 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻ ഇക്വേഷൻ ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാണ്. 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66. ഇതിൽ എക്സിന് 15 കൊടുക്കാം. 4 ഇൻറ്റു എക്സിന് 15 പ്ലസ് 3 ഇൻറ്റു വൈ അതുപോലെ തന്നെ ഈക്വൽ ടു 66. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. 4 ഇൻറ്റു 15 60 ആണ്. 60 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66 അതുപോലെ തന്നെ എഴുതാം. 3y അവിടെ നിർത്താം, 66 അവിടെ നിർത്താം. ഈ 60 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 60 എന്നാകും. സോ 3y ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. ആൻഡ് y ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 നേരെ താഴേക്ക് ബൈ 3. സോ y ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. സോ പ്രൈസ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില, പ്രൈസ് ഓഫ് എ പെൻ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 15. ആൻഡ് പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വില, അത് y എന്നാണ് നമ്മൾ എടുത്തത്. y ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്നും കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് ആൻസർ വരിക കേട്ടോ. സോ നമുക്ക് രണ്ടാമത്തെ, ഈ പേജിലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What are the length and breadth of the first rectangle? മക്കളെ ഇവിടെ 2 റെക്ടാംഗിൾസിന്റെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് ആൻസറിലേക്ക് പോകാം. 2 റെക്ടാംഗിൾസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെക്ടാംഗിൾ 1ന്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. അതുപോലെ ഇവിടെ റെക്ടാംഗിൾ 2ന്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. ശ്രദ്ധിക്കാം. റെക്ടാംഗിൾ 2. ഓക്കെ, റെക്ടാംഗിൾ 1ന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്.
പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ചതുരം 1 ട്ടാ. പെരിമീറ്റർ ചുറ്റളവ് ഇസ് ഈക്വൽ ടു ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ എന്താ റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. റെക്ടാങ്കിൾ അതിന്റെ ലെങ്ത് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു, ബ്രെഡ്ത്ത് ഞാൻ വൈ എന്ന് എടുക്കുന്നു കേട്ടോ. ലെങ്ത് എക്സ് ആണ്, നീളം എക്സ്, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി വൈ എന്ന് എടുക്കുകയാണ്. പെരിമീറ്റർ 26 എഴുതി. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 × L + B = 26 എന്നാണ് അല്ലേ? യെസ്. 2 × ലെങ്ത്തിന് പകരം എക്സ് എന്ന് കൊടുക്കുന്നു പ്ലസ് ബ്രെഡ്ത്തിന് പകരം വൈ എന്ന് കൊടുക്കുന്നു ഈക്വൽ ടു 26. അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26 ഇൻറ്റു 2 നേരെ താഴേക്ക് ബൈ 2. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 13 ആണ്. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ മക്കളെ? ഇനി രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത്തിന്റെ ഇരട്ടിയാണ്, 2 ടൈംസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? അതിന്റെ 2 ഇരട്ടി 2x ആയിരിക്കും. ക്ലിയർ? ഇനി ത്രൈസ് ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രെഡ്ത്ത് y അല്ലേ, അതിനേക്കാൾ 3 ഇരട്ടി, ഇതിന്റെ 3 ഇരട്ടിയാണ് ഇതിന്റെ ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ 3y ആയിരിക്കും ഇതിന്റെ ബ്രെഡ്ത്ത് വരുന്നത്. ക്ലിയർ അല്ല മക്കളെ? ലെങ്ത് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ 2 ഇരട്ടി, ബ്രെഡ്ത്ത് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ 3 ഇരട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 62 സെന്റിമീറ്റർ ആണെന്ന് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതുപോലെ തന്നെ ഫോം ചെയ്യാം. 2 × ലെങ്ത്തിന് പകരം ഞാൻ 2x ആണ് കൊടുക്കുന്നത് കേട്ടോ. 2x പ്ലസ് ബ്രെഡ്ത്തിന് പകരം 3y എന്ന് കൊടുക്കുകയാണ് ഈക്വൽ ടു 62. ഓക്കെ അല്ലേ മക്കളെ? അതായത് 2x പ്ലസ് 3y ഈക്വൽ ടു 62 അവിടെ തന്നെ നിർത്തുക, ഇൻറ്റു 2 നേരെ താഴേക്ക് ബൈ 2. സോ 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 31. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ മക്കളെ? ഈ 2 ഇക്വേഷൻസും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുകയാണ് കേട്ടോ, വേറൊന്നുമല്ല. ഇക്വേഷന് വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സ് 2x, ഇവിടെ y 3y, വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് വേരിയബിൾസിന് എന്ത് ചെയ്യണം? സെയിം ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2x പ്ലസ് വൈനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2y ഈക്വൽ ടു 13നെ 2 കൊണ്ട് ഗുണിക്കണം. 13നെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം, 26 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എഴുതി. ഓക്കെ, യെസ്. ഇനി ഇക്വേഷൻ നമ്പർ 2 നമ്മുടെ കയ്യിലുണ്ട്, അത് അതുപോലെ തന്നെ എഴുതാം. ഞാൻ ഇതിന് മുകളിൽ എഴുതാം കേട്ടോ. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 31. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ മക്കളെ? നമുക്കിത് സോൾവ് ചെയ്യാം, സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2ൽ നിന്ന് 3 മൈനസ് ചെയ്യാം കേട്ടോ. 2 മൈനസ് 3 ഇംപ്ലൈസ് 2x മൈനസ് 2x 0 പ്ലസ് 3y മൈനസ് 2y. 3y ന്ന് 2y പോയാൽ ബാക്കി 1y ഇസ് ഈക്വൽ ടു 31 മൈനസ് 26 5 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 5. ആൻഡ് പുട്ട് y ഈക്വൽ ടു 5 ഇൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് ഇക്വേഷൻ നമ്പർ 1ലാണ്, അതാണ് എളുപ്പട്ടോ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 ആൻഡ് എക്സ് അതുപോലെ തന്നെ എഴുതുന്നു. വൈക്ക് പകരം 5 കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു 13 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 13 പ്ലസ് 5 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 5. എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ റെക്ടാങ്കിളിന്റെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. എക്സ് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി നമ്മൾ എന്തായിട്ട് എടുത്തേ? വൈ ആയിട്ട് എടുത്തേ. വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, നമ്മളിനി പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻസിലേക്കാണ്, അടുത്ത പേജിലെ ചോദ്യങ്ങളിലേക്കാണ്. യെസ്, പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് പോകാം. പേജ് നമ്പർ 15 കാണിച്ചു സർ. മക്കളെ 15 ഒന്നാമത്തെ ചോദ്യം. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ഓക്കെ, 2 കിലോഗ്രാം ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും 520 രൂപയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ച്, 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും 480 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും വില സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ ആദ്യം തന്നെ ഓറഞ്ചിൻ്റെ വില എക്സ് ആയിട്ട് എടുക്കുകയാണ്. എഴുതിക്കോളൂ. പ്രൈസ് ഓഫ് ഓറഞ്ച് ഇസ് ഈക്വൽ ടു
എക്സ്. പ്രൈസ് ഓഫ് ഓറഞ്ച് ഈസ് ഈക്വൽ ടു എക്സ് എടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ വില എക്സ്, അതുപോലെ പ്രൈസ് ഓഫ് ആപ്പിളിൻ്റെ വില ഈസ് ഈക്വൽ ടു വൈ. ഓക്കെ അല്ലേ മക്കളെ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി നമുക്ക് നമ്മളുടെ കണ്ടീഷൻസിലേക്ക് നോക്കാം. പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച്, 2 കിലോഗ്രാം ഓറഞ്ച്, 2 കിലോഗ്രാം ഓറഞ്ച് കേട്ടോ, 2 kg ഓറഞ്ച് പ്ലസ് 3 കിലോഗ്രാം ആപ്പിൾ, 3 kg ആപ്പിൾ. എത്രയാണ് വില മക്കളെ? 520 രൂപ. 520 രൂപ. 2 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 1 കിലോഗ്രാമിന് എക്സ് ആണെങ്കിൽ 2 കിലോഗ്രാമിന് 2x ആയിരിക്കും. പ്ലസ് 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില വൈ ആണെങ്കിൽ 3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 3y ആയിരിക്കും, ഈക്വൽ ടു 520. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. പ്രൈസ് ഓഫ് 3 കിലോഗ്രാം ഓഫ് ഓറഞ്ച്, 3 കിലോഗ്രാം ഓറഞ്ചിനും 3 കിലോഗ്രാം ഓറഞ്ചിനും അതുപോലെ 2 കിലോഗ്രാം ഓഫ് ആപ്പിൾ, 2 കിലോഗ്രാം ആപ്പിളിനും എത്രയാണ് വില? 480 രൂപ, 480 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, 3 കിലോഗ്രാം ഓറഞ്ചിന് 3x ആണ് വില, പ്ലസ് 2 കിലോഗ്രാം ആപ്പിളിന് 2y ആണ് വില, ഇസ് ഈക്വൽ ടു 480. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. മക്കളെ, ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ മെത്തേഡ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പെട്ടെന്ന് ഇതെല്ലാവർക്കും ക്യാച്ച് ചെയ്യണം എന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുത്തെഴുതണം മക്കളെ. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 520. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതാണ് 3x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 480. രണ്ടാമത്തെ ഇക്വേഷൻ. മക്കളെ, ഇവിടെ ഒരു ഇക്വേഷൻ മാത്രം മാറ്റിയാൽ പോരാ, 2 ഇക്വേഷൻസും മാറ്റേണ്ടതുണ്ട്. കാരണം നമുക്ക് 2xനെ 3x ആക്കാൻ പെട്ടെന്ന് പറ്റില്ല. അതുപോലെ എന്താ പറയുക, 3yനെ 2y ആക്കാനും 2yനെ 3y ആക്കാനും 3y ആക്കാനും പോസിബിൾ അല്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇക്വേഷൻ 1നെയും മാറ്റണം, ഇക്വേഷൻ 2നെയും നമുക്ക് മാറ്റണം. ഇക്വേഷൻ 1നെ എന്തുകൊണ്ട് ഗുണിക്കണം? ശ്രദ്ധിക്കുക. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2യിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3 അല്ലേ? 3 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് ഇക്വേഷൻ 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇക്വേഷൻ 1ലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 അല്ലേ? അതുകൊണ്ട് ഗുണിക്കണം. മക്കളെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്കൊന്ന് ഗുണിച്ച് അടുത്ത ഇക്വേഷൻസ് ഫോം ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ഇക്വേഷൻ 1 നോക്കുക. ഇതാണ് ഇക്വേഷൻ 1. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 ഇൻറ്റു 2x 6x ആണ്, പ്ലസ് 3 ഇൻറ്റു 3y, 3 ഇൻറ്റു 3 9y ഈക്വൽ ടു 520 ഇൻറ്റു 3. 3 കൊണ്ട് 520നെ ഗുണിക്കണം കേട്ടോ. 520 ഇൻറ്റു 3 0 6 15 1560 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ? ഇനി ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് ഗുണിക്കണം. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അതിൽ ആദ്യത്തെ ആളെ നോക്കുക, 3x ആണ്. 3xനെ 2 കൊണ്ട് ഗുണിച്ചാൽ 6x എന്ന് കിട്ടും, പ്ലസ് അടുത്ത ആൾ 2y ആണ്. 2y ഇൻറ്റു 2 4y ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു 2. 480 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 0 1 960 എന്ന് കിട്ടും. മക്കളെ, നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് ഇക്വേഷൻ നമ്പർ 3 and 4. സാർ അതൊന്നുകൂടി എടുത്ത് എഴുതാം. 6x plus 9y is equal to 1560, equation number 3, and 6x plus 4y is equal to 960, അതാണ് ഇക്വേഷൻ നമ്പർ 4. മക്കളെ, ഓക്കെ, ഇപ്പോൾ 2 ഇക്വേഷൻസ് നോക്കുക. 2 ഇക്വേഷൻസിൻ്റെയും എക്സ് വേരിയബിൾ സെയിം ആയില്ലേ? ഇവിടെ 6x, ഇവിടെ 6x സെയിം ആയി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, കുറയ്ക്കാം കേട്ടോ. 3ൽ നിന്ന് 4 മൈനസ് ചെയ്യാം, ഇംപ്ലൈസ് 6x minus 6x 0 plus 9y minus 4y 5y is equal to, മക്കളെ, ഇത് തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 600 കിട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സോ 5y is equal to 600 ആണെങ്കിൽ y is equal to 600 by 5, that's equal to 120. ക്ലിയർ അല്ലേ? വൈയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 120 എന്നാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ആപ്പിളിൻ്റെ വില നമുക്ക് കിട്ടി 120. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഓറഞ്ചിൻ്റെ വില കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ വൈയുടെ വാല്യൂ പുട്ട് y ഇസ് ഈക്വൽ ടു 120 ഇൻ ഏത് ഇക്വേഷനിൽ കൊടുക്കണം മക്കളെ? ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള യെസ് ഈ ഇക്വേഷനിൽ കൊടുക്കാം നമുക്ക്. ഇൻ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, 3x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 480. ഈ ഇക്വേഷനിൽ 3x അതുപോലെ തന്നെ എഴുതാം. 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം മക്കളെ? 120 കൊടുക്കണം, ഈക്വൽ ടു 480 അതുപോലെ തന്നെ എഴുതണം. ക്ലിയർ?
3x അതുപോലെ തന്നെ എഴുതാം. 2 × 120 240 ഇസ് ഈക്വൽ ടു 480. അങ്ങനെയാണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 480 അതുപോലെ തന്നെ എഴുതാം. പ്ലസ് 240 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 240 ആയിട്ട് മാറുന്നു. 3x ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 0.42 240 എന്ന് കിട്ടുന്നു. 240. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ വരുന്നത് 240 ഇൻറ്റു 3 നേരെ താഴത്തേക്ക് ബൈ 3 x is equal to 80. So 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില x is equal to 80 rupees. അതുപോലെ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില y is equal to നമുക്ക് എത്ര കിട്ടി? 120 rupees. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 15ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ആണ് നമ്മൾ എഴുതിയത് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒന്നുമില്ല. 2 ഇക്വേഷൻസും മാറ്റണം. 2 ഇക്വേഷൻസും മാറ്റാൻ ആദ്യം ഇക്വേഷൻ 2ന്റെ എക്സിന്റെ കൂടെയുള്ളതിനെ 1 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അതുപോലെ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അതുകൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 2 വേരിയബിൾസും സെയിം ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കാണിക്കാം. ഓക്കെ മക്കളെ, പേജ് നമ്പർ 16ലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എ വയർ 1 മീറ്റർ ലോങ് ഈസ് കട്ടിങ് ടു 2 പീസസ്. ഒരു വയർ, അതിൻ്റെ നീളം 1 മീറ്റർ ആണ്. അതിനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. 1 ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. ഒരു കഷ്ണം വളച്ച് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുന്നു. ആൻഡ് അതർ പീസ്, ആ ഒരു രണ്ടാമത്തെ കഷ്ണം വളച്ച് നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു കേട്ടോ. ഓക്കെ, 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeter. അത് മറ്റൊരു കണ്ടീഷനാണ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് പീസസ്? ഓക്കെ അല്ലേ മക്കൾ? ഇതുപോലൊരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സാർ ഇത് ആൻസറിലേക്ക് കിടക്കാണ്. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള വയർ. ഇതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ 2 ആയിട്ട് മുറിക്കുകയാണ്. ഓക്കെ, 2 കഷ്ണങ്ങൾ കിട്ടി. ഒന്നാമത്തെ കഷ്ണം, രണ്ടാമത്തെ കഷ്ണം സാരഥി വരയ്ക്കാണ്ട. ഒന്നാമത്തെ കഷ്ണത്തെ നമ്മൾ മടക്കി എന്താക്കി മാറ്റി? ഒരു സ്ക്വയർ ആക്കി മാറ്റി. രണ്ടാമത്തെ കഷ്ണത്തെ മടക്കി നമ്മൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഓക്കെ, ഇതിൻ്റെ സൈഡ്സ് സെയിം ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആക്കി എടുത്താൽ എല്ലാ വശങ്ങളും എക്സ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശം y ആണെങ്കിൽ എല്ലാ വശങ്ങളും എന്തായിരിക്കും? y ആയിരിക്കും കേട്ടോ. ഓക്കെ, രണ്ടും സെയിം ആയിരുന്നെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് എക്സ് എടുക്കാമായിരുന്നു. പക്ഷേ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം എക്സ് എന്നും അടുത്ത് y എന്നും എടുക്കുകയാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സാറ് കഴിഞ്ഞ ഇതുപോലത്തെ ഒരു കണക്കിൽ പറഞ്ഞായിരുന്നു, ഈ വയറിൻ്റെ നീളവും ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ദേ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് എഴുതാണ്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിൻ്റെ ചുറ്റളവ്. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ഈ വയറിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഞാൻ ദേ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് കൊടുക്കുകയാണേ. ഇനി 2 പെരിമീറ്ററും തമ്മിൽ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത്ത് കിട്ടും, അതായത് 100 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുള്ള എക്സുകൾ തമ്മിൽ കൂട്ടുക, 4x പ്ലസ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ചുറ്റുമുള്ള വൈകൾ തമ്മിൽ കൂട്ടുക, 3y അല്ലെ? 3y ആണുള്ളത്, ഈക്വൽ ടു 100. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഇനി ഇക്വേഷൻ നമ്പർ 2നുള്ള ഒരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 3 times the side of the square. സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണ്, അതിൻ്റെ 3 times എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3 times എന്ന് പറഞ്ഞാൽ 3x ആണ് കേട്ടോ, 3x പ്ലസ് ഇനി 2 times the side of the equilateral triangle. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് y ആണ്, അതിൻ്റെ 2 times എന്ന് പറഞ്ഞാൽ 2y ആണ്, ഈക്വൽ ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 71. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത മെത്തേഡിലൂടെയാണ് നമ്മളിത് ഇവരെ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോൾവ് ചെയ്യാൻ പോകുന്നത് സാർ ഇക്വേഷൻ ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതാം കേട്ടോ. 3x പ്ലസ് 2y നമുക്ക് കിട്ടിയ ഇക്വേഷൻ 3x പ്ലസ് 3x plus 2y is equal to 71. ഇക്വേഷൻ നമ്പർ 2. മക്കളെ ഇവിടെ നോക്കാം, ഇക്വേഷൻ നമ്പർ 1ൻ്റെയും ഇക്വേഷൻ നമ്പർ 2ൻ്റെയും വേരിയബിൾസ് ഒന്നും എന്തല്ല? സെയിം അല്ല. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ അതിനെ സെയിം ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിലൂടെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ? അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡ് എല്ലാവരും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ നമ്പർ 1 വേണമെങ്കിൽ ഒന്ന് മുകളിൽ എഴുതാം കേട്ടോ. 4x പ്ലസ് 3y ഈക്വൽ ടു 100. ഇക്വേഷൻ നമ്പർ 1 സാർ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്.
ഓക്കെ, ഇവിടെ 4x ഇവിടെ 3x സെയിം അല്ല, ഇവിടെ 3y 2y സെയിം അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പം ഓക്കെ വൈകൾ സെയിം ആക്കുക എന്നുള്ളതാണ്. വൈകൾ സെയിം ആക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെയും മാറ്റണം. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 1നെയും മാറ്റണം, അതുപോലെ ഇക്വേഷൻ നമ്പർ 2നെയും നമുക്ക് മാറ്റണം. ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഇക്വേഷൻ നമ്പർ 1നെ എങ്ങനെ മാറ്റാം? ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നു നമ്മൾ. ഇക്വേഷൻ നമ്പർ 1 നോക്കാം. ഇക്വേഷൻ നമ്പർ 1ന് എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇക്വേഷൻ നമ്പർ 2ലെ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണോ അതുകൊണ്ട് ഗുണിക്കുക. അത് 2 അല്ലേ മക്കളെ? 2 കൊണ്ട് ഗുണിക്കാം. കാരണം എന്താ? വൈ എടുക്കാൻ കാരണം എന്താ? നമ്മൾ വൈ ആണ് സെയിം ആക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? അതുകൊണ്ട് ഇക്വേഷൻ 2ലെ വൈയുടെ കൂടെ ആരാണോ അതുകൊണ്ട് ഗുണിക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2നെ എന്ത് വെച്ചാ ഗുണിക്കുക? ഇക്വേഷൻ നമ്പർ 1ലെ വൈയുടെ കൂടെ ആരാ? 3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 4x ആണ് ആദ്യത്തെ ടേം. 4xനെ 2 കൊണ്ട് ഗുണിച്ചാൽ 8x എന്ന് കിട്ടും. പ്ലസ് അടുത്ത ടേം നോക്കിയാൽ 3y ആണ്. 3y ഇൻറ്റു 2 6y ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 2 200 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ അല്ലേ മക്കളെ? അതുപോലെ ഇക്വേഷൻ നമ്പർ 2 നോക്കുക. ഇക്വേഷൻ നമ്പർ 2ൽ ആദ്യത്തെ ടേം 3x ആണ്. 3xനെ ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു 9x പ്ലസ് 2yനെ 3 കൊണ്ട് ഗുണിക്കുന്നു 6y ഇസ് ഈക്വൽ ടു 71നെ 3 കൊണ്ട് ഗുണിക്കുന്നു 213. സോ ഇക്വേഷൻ സാർ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്ട. ഓക്കെ, സാറിന്റെ ഈ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതാണ്. 9x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 213. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. അതുപോലെ ഈ ഇക്വേഷൻ എടുത്ത് എഴുതാണ് 8x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 200. ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യും? കൂട്ടണോ കുറയ്ക്കണോ ആലോചിച്ച് നോക്കാം. വേരിയബിൾ സെയിം ആണ് 6y. അതിന്റെ ചിഹ്നവും പ്ലസ് സെയിം ആണെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കണം, മറക്കരുത്. 4ൽ നിന്ന് 3 നമുക്ക് മൈനസ് ചെയ്യാം. 9x നിന്ന് 8x കുറച്ചാൽ 1x പ്ലസ് 6y കുറച്ചാൽ 0 ഇസ് ഈക്വൽ ടു 213 നിന്ന് 200 കുറച്ചാൽ 13. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാ? 13 എന്ന് കിട്ടി. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? y കണ്ടുപിടിക്കുകയാണ്. പുട്ട് x ഇസ് ഈക്വൽ ടു 13 ഇൻ ഇക്വേഷൻ നമ്പർ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം. സാറ് കൊടുക്കുന്നത് ഇക്വേഷൻ നമ്പർ 1ലാണ് കൊടുക്കുന്നത് കേട്ടോ. 1ലാണ് കൊടുക്കുന്നത്. 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 100. ഇതിൽ എക്സിന് ഞാൻ 13 കൊടുക്കുന്നു കേട്ടോ. എക്സിന് 13 കൊടുക്കുന്നു പ്ലസ് 3y അതുപോലെ തന്നെ എഴുതുന്നു ഈക്വൽ ടു 100. 4 ഇൻറ്റു 13. 4 ഇൻറ്റു 13 പറയുമ്പോൾ 52. ഓക്കെ അല്ലേ മക്കളെ? 52 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ 3y ഇസ് ഈക്വൽ ടു 100 മൈനസ് 52 അല്ലെ? 52 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 52 ആയിട്ട് മാറും. യെസ്, അതായത് നമ്മൾ ആൻസറിലേക്ക് അടുത്ത് കഴിഞ്ഞിട്ടോ. ഓക്കെ, സാറേ ഒന്നുകൂടെ എക്സാക്ട് ആൻസറിലേക്ക് പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, 3y ഇസ് ഈക്വൽ ടു 100 മൈനസ് 52 എന്ന് പറഞ്ഞാൽ 48 ആണ് അല്ലേ? 48 ആണ്. y ഇസ് ഈക്വൽ ടു 48/3 ഇൻറ്റു 3 നേരെ താഴേക്ക് ബൈ 3. സോ y ഇസ് ഈക്വൽ ടു വൈയുടെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാ? 16 ആണ് കേട്ടോ. 16. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കഷ്ണത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഈ കഷ്ണത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പെരിമീറ്റർ അല്ലേ? അപ്പോൾ ഇതിന്റെ ലെങ്ത് കാണാൻ ഇതിന്റെ പെരിമീറ്റർ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ മക്കളെ? 4x അല്ലെ? 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് സാർ കൊടുക്കുന്നത് 13 ആണ്. കിട്ടുന്ന ആൻസർ 52 സെന്റിമീറ്റർ കേട്ടോ. 52 സെന്റിമീറ്റർ. അതായത് ഈ കഷ്ണത്തിന്റെ നീളം എത്രയാ? 52 സെന്റിമീറ്റർ. ഇനി അടുത്ത കഷ്ണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടാൽ മതി. ഓക്കെ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 3y ആണ്. 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 16. സോ കിട്ടുന്ന ആൻസർ 48 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ മക്കളെ? സോ ആദ്യത്തെ കഷ്ണത്തിന്റെ നീളം 52 സെന്റിമീറ്റർ, രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം 48 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ മക്കളെ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യെസ്, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, യെസ് ക്വസ്റ്റ്യൻ മക്കളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 years ago Rahim's age was 3 times the age of Ramu. After 2 years this would become 2 times. What are their ages now? ഓക്കെ അല്ലേ മക്കളെ? രണ്ട് പേരുടെ പേരുകളാണ് പറയുന്നത്, റഹീം ആൻഡ് രാമു. ഓക്കെ, പിന്നെ ആദ്യം അവരുടെ ഏജുകൾ നിങ്ങൾക്കൊരു ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം കേട്ടോ. ഓക്കെ, അപ്പോൾ റഹീം, ഇവിടെ രാമു. റഹീം ആൻഡ് രാമു. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇവരുടെ പ്രസൻറ്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ്, പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത്
പ്രസന്റ് ഏജ് റഹീമിന്റെ ഏജ് എക്സ് ആയിട്ടും രാമുവിന്റെ ഏജ് വൈ ആയിട്ടും സാർ എടുക്കാം കേട്ടോ. ഓക്കെ, വൈ ആയിട്ടും എടുക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി 4 years ago 4 വർഷം മുന്നേ 4 years ago 4 വർഷം മുന്നേ റഹീമിന്റെ ഏജ് എത്രയായിരിക്കും മക്കളെ? റഹീമിന്റെ ഇപ്പോഴത്തെ ഏജ് 20 ആണെങ്കിൽ 4 വർഷം മുമ്പ് അതിൽ നിന്ന് 4 കുറച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പത്തെ വയസ്സ് എക്സ് മൈനസ് 4 ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി രാമുവിന്റെ വയസ്സ് വൈ മൈനസ് 4 ആയിരിക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷം ആഫ്റ്റർ 2 years റഹീമിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 2 years എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ആയിരിക്കും. അതുപോലെ രാമുവിന്റെ വയസ്സ് വൈ പ്ലസ് 2 ആയിരിക്കും. ഈ ഒരു ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനിയാണ് നമ്മൾ ഇക്വേഷനിലേക്ക് കടക്കുന്നത് കേട്ടോ. ഓരോ കണ്ടീഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് ഫോം ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. 4 years ago എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് വായിക്കാം. 4 വർഷങ്ങൾക്ക് മുന്നേ റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. അന്നത്തെ 4 വർഷത്തിന് മുന്നേ റഹീമിന്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിന്റെ വയസ്സിന്റെ രാമൂസ് ഏജിന്റെ 3 times എന്ന് പറഞ്ഞാൽ 3 into രാമൂസ് ഏജ്. മനസ്സിലായോ? 4 വർഷങ്ങൾക്ക് മുൻപ് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയായിരുന്നു. ഇതാണ് നമ്മളുടെ ഹിന്റ്. ഇനി 4 വർഷങ്ങൾക്ക് മുന്നേ റഹീമിന്റെ വയസ്സ് എത്ര? എക്സ് മൈനസ് 4 ആണ്, ഈക്വൽ ടു 3 into അന്നത്തെ രാമുവിന്റെ വയസ്സ് 4 വർഷം മുന്നേ രാമുവിന്റെ വയസ്സ് വൈ മൈനസ് 4 ആണ്. മക്കളെ, ഇതങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലേ സാർ? ഇത് ചെയ്യാണ്, ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, യെസ്, എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 into y 3y 3 into മൈനസ് 4 മൈനസ് 12 എന്ന് കിട്ടും. ഓക്കെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. എക്സ് അതുപോലെ തന്നെ എഴുതാം. 3y ഇങ്ങോട്ട് എടുത്താൽ മൈനസ് 3y ഈക്വൽ ടു മൈനസ് 12 അതുപോലെ തന്നെ എഴുതാം. മൈനസ് 4 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 4. സോ എക്സ് മൈനസ് 3y ഇസ് ഈക്വൽ ടു നമുക്ക് ഇടുന്ന ആൻസർ എത്ര? മൈനസ് 12 പ്ലസ് 4. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക 8. വലുതിന്റെ ചിഹ്നം നോക്കാം, മൈനസ് 8 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ആഫ്റ്റർ 2 years. എന്താണ് ആഫ്റ്റർ 2 yearsലെ കണ്ടീഷൻ? യെസ്, ആഫ്റ്റർ 2 years പറയുന്നത് ദിസ് വുഡ് ബിക്കം 2 times. അതായത് 3 times ആയിരുന്നത് 2 times ആയിട്ട് മാറി. പക്ഷെ ആഫ്റ്റർ 2 years ആണ്, ശ്രദ്ധിക്കണം. ആഫ്റ്റർ 2 years റഹീമിന്റെ വയസ്സ് റഹീംസ് ഏജ് ഇസ് ഈക്വൽ ടു രാമൂസ് ഏജിന്റെ 3 ഇരട്ടിയായിരുന്നു 4 വർഷങ്ങൾക്ക് മുന്നേ. 2 വർഷത്തിന് ശേഷം അത് എത്രയായി? 2 ഇരട്ടിയായിട്ട് മാറി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ റഹീമിന്റെ വയസ്സ് അന്ന് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു അന്നത്തെ രാമുവിന്റെ വയസ്സ് വൈ പ്ലസ് 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ അടുത്ത ഇക്വേഷൻ ആയി. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ മെത്തേഡാണ്. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 2 into y 2y പ്ലസ് 2 into 2 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഈ 2y ഇങ്ങോട്ട് വന്നാൽ എക്സ് പ്ലസ് 2y ഇങ്ങോട്ട് വന്നാൽ മൈനസ് 2y ഇസ് ഈക്വൽ ടു 4 അതുപോലെ തന്നെ എഴുതാം. 2 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 2 ആയിട്ട് മാറും. സോ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ മക്കളെ? ഇത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സാർ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ സാർ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2 രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 3y ഇസ് ഈക്വൽ ടു -8 ഇക്വേഷൻ നമ്പർ 1. മക്കളെ, വേരിയബിൾ സെയിം ആണ്. സോ കാര്യങ്ങൾ എളുപ്പമാണ്, ജസ്റ്റ് കുറച്ചാൽ മതി കേട്ടോ. 2ൽ നിന്ന് 1 മൈനസ് ചെയ്യണേ. എക്സ് മൈനസ് എക്സ് 0. ഇനി ശ്രദ്ധിക്കുക, മൈനസ് 2y നിന്ന് കുറയ്ക്കണം. എന്താ കുറയ്ക്കേണ്ടത്? മൈനസ് 3y കുറയ്ക്കണം. ശ്രദ്ധിക്കണേ. ഓക്കെ അല്ലേ? മൈനസ് 2y 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആയി പ്ലസ് 3y. മക്കളെ, 3yൽ നിന്ന് 2y കുറച്ചാൽ എത്ര? പ്ലസ് 1y ഇസ് ഈക്വൽ ടു, ഇവിടെയും ശ്രദ്ധിക്കണം, 2 മൈനസ് 2ൽ നിന്ന് കുറയ്ക്കണം -8. അപ്പോൾ 2 + 8 എന്നായിട്ട് മാറും. അതായത് 10 എന്ന് കിട്ടും. സോ y ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയടാ? 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളെ സ്റ്റെപ്പ് മറന്നിട്ടില്ല. പുട്ട് y ഈക്വൽ ടു 10 ഇൻ ഇക്വേഷൻ 2.
അതിനുശേഷം നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതി. വൈയുടെ വാല്യൂ കൊടുക്കുക, 2 ഇൻറ്റു വൈയുടെ വാല്യൂ 10 ആണ്, ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് മൈനസ് 2 ഇൻറ്റു 10 20 ആണ്, ഈക്വൽ ടു 2. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 അതുപോലെ തന്നെ എഴുതാം. -20 അങ്ങോട്ട് പോയാൽ +20 ആയിട്ട് മാറും. സോ എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 22. അതായത് റഹീമിൻ്റെ വയസ്സ് എക്സ് അല്ലേ, റഹീമിൻ്റെ വയസ്സ് എത്ര കിട്ടി? റഹീമിൻ്റെ വയസ്സ് എക്സ് ആയിരുന്നു, എത്ര കിട്ടി? 22. ഓക്കെ അല്ലേ മക്കളെ? ഇനി രാമുവിൻ്റെ വയസ്സ് വൈ ആയിരുന്നു, അത് എത്ര കിട്ടി? യെസ്, 10 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ ആൻസർ, ഫൈനൽ ആൻസർ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കാട്ടോ. ഓക്കെ മക്കളെ, നമ്മളിനി പോകുന്നത് പേജ് നമ്പർ 18 ചോദ്യങ്ങളിലേക്കാണ്. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസ് ആണ്. സാർ പേജ് നമ്പർ 18 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചോട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 1. ദ ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 20. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ട്രയാംഗിൾ, ഒരു മട്ടത്രികോണമാണ് സാർ വരയ്ക്കുന്നത് കേട്ടോ. ഇതൊരു മട്ടത്രികോണമാണ്. ഇതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, 2 ചെറിയ ആംഗിൾസ് ഞാൻ എക്സ് എന്നും വൈ എന്നും എടുക്കുകയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഈ 2 ചെറിയ ആംഗിൾസ് തമ്മിലുള്ള വ്യത്യാസം 20 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിഫറൻസ് ഈക്വൽ ടു, വ്യത്യാസം ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ആണ്. അപ്പോൾ ഞാൻ 3 ആംഗിൾസ് കൂട്ടുകയാണ്. സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക ഈക്വൽ ടു 180. അപ്പോൾ ഇവിടുത്തെ ആംഗിൾസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് അടുത്ത ആംഗിൾ 90 ആണ്, ഈക്വൽ ടു 180. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 പ്ലസ് 90 ഇങ്ങോട്ട് വന്നാൽ -90. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഈ ഡിഫറൻസ്, ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഡിഫറൻസ്, വ്യത്യാസം ഈക്വൽ ടു 20 ആണ്. അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് എഴുതാം? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ മക്കളെ? 2 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്താൽ ആൻസർ ആയിട്ടോ. ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോൾവ് ചെയ്യാൻ നമുക്കറിയാം. 2 ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 2, ഇക്വേഷൻസ് 1 + 2, എക്സും കൂട്ടിയാൽ 2x ആണ്, ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂട്ടിയാൽ 0 ആയി പോകും നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. 90 + 20 110 എന്ന് കിട്ടുന്നു. 2x ഇസ് ഈക്വൽ ടു 110 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 110 ഇൻറ്റു 2 നേരെ താഴേക്ക് പോയാൽ /2. സോ എക്സ് ഇസ് ഈക്വൽ ടു 55 എന്ന് കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 55. ഓക്കെ, ഇനി പുട്ട് എക്സ് അല്ലെ, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 55 ഇൻ ഇക്വേഷൻ നമ്പർ, ഏത് ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കാം കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുന്നു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. ഈ ഇക്വേഷൻ എക്സിന് 55 കൊടുക്കുക. 55 പ്ലസ് വൈ അതുപോലെ തന്നെ എഴുതാം, ഈക്വൽ ടു 90. സോ വൈ ഇസ് ഈക്വൽ ടു 90 പ്ലസ് 55 ഇങ്ങോട്ട് വന്നാൽ -55. സോ വൈ ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് മക്കളെ? യെസ്, 35, 35 എന്ന് കിട്ടുന്നു കേട്ടോ. ഓക്കെ, സോ 2 ആംഗിൾസ് എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ ആംഗിൾ 55, അടുത്ത ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 35. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ആംഗിൾസ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. When a larger number is divided by a smaller number, the quotient and the remainder are both 2. When 5 times the smaller number is divided by the larger, the quotient and remainder are still both 2. What are the numbers? 2 നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ലാർജർ നമ്പർ, അതുപോലെ സ്മോളർ നമ്പർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു റിലേഷൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സാർ ആ റിലേഷൻ ആദ്യം എഴുതാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ലാർജ് നമ്പർ മൈനസ് റിമൈൻഡർ ശിഷ്ടം, വലിയ സംഖ്യ മൈനസ് ശിഷ്ടം ഡിവൈഡ് ബൈ സ്മോൾ നമ്പർ, ചെറിയ സംഖ്യ, ഈക്വൽ ടു കോഷ്യന്റ്, ഹരണഫലം. ഓക്കെ അല്ലേ മക്കളെ? ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ലാർജ് നമ്പർ മൈനസ് റിമൈൻഡർ ബൈ സ്മോൾ നമ്പർ ഇസ് ഈക്വൽ ടു കോഷ്യന്റ്. ഓക്കെ അല്ലേ? ഈ റിലേഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ലാർജ് നമ്പർ, ഞാൻ ലാർജ് നമ്പർ
21 എന്നെടുക്കാം കേട്ടോ. ഓക്കെ, 21 എന്നെടുക്കുകയാണ്. ഓക്കെ, സ്മോൾ നമ്പർ ചെറിയ സംഖ്യ, ഞാൻ ചെറിയ സംഖ്യയെ 4 എന്നെടുക്കുകയാണ്. 4. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 21നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 4 20 ശിഷ്ടം 1 വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ റിമൈൻഡർ ശിഷ്ടം വരുന്നത് 1. കോഷ്യന്റ് ഹരണഫലം വരുന്നത് മുകളിലുള്ള സംഖ്യ 5. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷനിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ലാർജ് നമ്പർ 21 മൈനസ് റിമൈൻഡർ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ സ്മോൾ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 4 കേട്ടോ. അതായത് 20/4 എന്ന് കിട്ടും. 5 എന്ന് കിട്ടൂല മക്കളെ. 5 എന്താ? അത് കോഷ്യന്റ് ആണ്. ഈക്വൽ ടു കോഷ്യൻ എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്, നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ലാർജ് നമ്പറിനെ റിമൈൻഡറിൽ നിന്ന് മൈനസ് ചെയ്യുക, ബൈ സ്മോൾ നമ്പർ ചെയ്താൽ കിട്ടുന്ന കോഷ്യന്റ് ആണ്. ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ സാറിത് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ: ലാർജ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ. ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. കണ്ടീഷൻ 1 ആണ് സാറ് പറയുന്നത്. കണ്ടീഷൻ 1. ഒന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ലാർജ് നമ്പറിനെ സ്മോൾ നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റും റിമൈൻഡറും 2 പറയുന്നു. അപ്പോൾ നമ്മളിത് കണ്ടീഷൻ 1 ലാർജ് നമ്പർ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? ലാർജ് നമ്പർ എക്സ് ആയിട്ട് എടുക്കുകയാണ്. സ്മോൾ നമ്പർ ഞാൻ വൈ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലാർജ് നമ്പറിനെ സ്മോൾ നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് 2 കേട്ടോ. ശിഷ്ടം ഈക്വൽ ടു 2. അതുപോലെ കോഷ്യൻ കിട്ടുന്ന ഹരണഫലവും 2 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഈക്വേഷനിൽ കൊടുത്തു നോക്കിയാലോ. ലാർജ് നമ്പറിന് പകരം എക്സ് കൊടുക്കുകയാണ്, മൈനസ് റിമൈൻഡറിന് പകരം 2 കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ സ്മോൾ നമ്പറിന് പകരം വൈ കൊടുക്കുകയാണ്, ഈക്വൽ ടു കോഷ്യൻ അത് എത്രയാ? 2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1 ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നോക്കാം. നമുക്ക് ബൈ 1 ഇട്ട് കൊടുക്കാം, ക്രോസ് ചെയ്യാം. x minus 2 into 1 x minus 2 തന്നെ കിട്ടും, ഈക്വൽ ടു y into 2 2y എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? 2y ഇങ്ങോട്ട് എടുക്കുക, x പ്ലസ് 2y ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2y ആയിട്ട് മാറും, ഈക്വൽ ടു -2 ഇങ്ങോട്ട് വന്നാൽ +2. ഇതാണ് മക്കളെ ഇക്വേഷൻ നമ്പർ 1. സെറ്റല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ പതുക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ 2. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇവിടെ ലാർജ് നമ്പറും സ്മോൾ നമ്പറും മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ. ലാർജ് നമ്പറും സ്മോൾ നമ്പറും മാറി. സർ, ക്വസ്റ്റ്യൻ, അതായത് ലാർജ് നമ്പർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ. when 5 times the smaller number is divided by the larger number. അതായത് ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാറുന്നത് 5 times സ്മോൾ നമ്പർ ആണ്. സ്മോൾ നമ്പർ വൈ അല്ലേ മക്കളെ? അതിൻ്റെ 5 times ആണ്, 5y ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ലാർജർ നമ്പർ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ വരുന്ന നമ്പർ ഇല്ലേ, അത് സ്മോൾ നമ്പറിൻ്റെ 5 ഇരട്ടി, അതായത് 5y ആണ്. ഓക്കെ, ഇനി താഴെ നമ്മൾ കൊടുക്കൂലേ മക്കളെ നമ്പർ, അതായത് ഇവിടെ ലാർജ് നമ്പർ, ഇവിടെ സ്മോൾ നമ്പർ. ഓക്കെ അല്ലേ മക്കളെ? സ്മോൾ നമ്പർ. ഈ ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അത് 5y ആണ്. സ്മോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ലാർജർ നമ്പർ, അതെന്താ? എക്സ്. ക്ലിയർ അല്ലേ? എക്സ്. ഇതാണ് കണ്ടീഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. റിമൈൻഡർ എന്ത് തന്നെയാ? റിമൈൻഡർ ശിഷ്ടം 2 തന്നെ. അതുപോലെ കോഷ്യൻ ഹരണഫലവും എന്ത് തന്നെയാ? അതും 2 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ കണ്ടീഷനിൽ കൊടുത്ത് നമ്മൾ അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാണ് ശ്രദ്ധിക്കുക കേട്ടോ. ലാർജ് നമ്പറിന് പകരം നമ്മൾ 5y കൊടുക്കുകയാണ്, മൈനസ് റിമൈൻഡർ അത് 2 ഡിവൈഡഡ് ബൈ സ്മോൾ നമ്പറിന് പകരം എക്സ് കൊടുക്കുകയാണ്, ഇസ് ഈക്വൽ ടു കോഷ്യൻ അത് 2. ഓക്കെ അല്ലേ മക്കളെ? ബൈ 1 ഇട ക്ലോസ് ചെയ്യാം കേട്ടോ. 5y മൈനസ് 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5y മൈനസ് 2 എന്ന് തന്നെ കിട്ടും, ഈക്വൽ ടു എക്സ് ഇൻറ്റു 2 2x ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ശ്രദ്ധിച്ച് കേട്ടോളൂ. സാർ ഇതൊന്ന് മാറ്റിയതാണ്. 2x ഈക്വൽ ടു 5y മൈനസ് 2 ഒന്ന് തിരിച്ചെഴുതി ഇക്വേഷൻ. തിരിച്ചെഴുതി ഈ 5y നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം,
2x minus 5y is equal to -2 അവിടെ തന്നെ നിർത്താം -2 ഇതാണ് ഇക്വേഷൻ നമ്പർ 2 ഗൈസ് സെറ്റ് അല്ലേ അപ്പോൾ ദേ ഇക്വേഷൻ നമ്പർ 1 സാർ എഴുതാം x minus 2y is equal to 2 ഇക്വേഷൻ നമ്പർ 1 ഓക്കെ അല്ലേ മക്കളെ യെസ് ഇനി ഇക്വേഷനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെ 2x ആണ് x ആണ് വേരിയബിൾ സെയിം അല്ല 5y 2y വേരിയബിൾ സെയിം അല്ല ഓക്കെ അല്ലേ മക്കളെ പക്ഷെ നമുക്കിവിടെ 2 കൊടുത്തൂടെ 2 എങ്ങനെ കൊടുക്കാൻ പറ്റും ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഗുണിക്കുക ഓക്കെ അല്ലേ ഇക്വേഷൻ 1 ഇതാണ് എക്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2x നടുക്ക് മൈനസ് 2y ഇൻറ്റു 2 4y ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ഇക്വേഷൻ നമ്പർ 3 കിട്ടി ഗൈസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി അതിന് തൊട്ട് താഴെ നമുക്ക് എന്ത് എഴുതാം ഇക്വേഷൻ നമ്പർ 2 എഴുതാം കേട്ടോ 2x മൈനസ് 5y ഈക്വൽ ടു -2 ഇക്വേഷൻ നമ്പർ 2 ഇതങ്ങ് സോൾവ് ചെയ്താൽ ആൻസറായി ഓക്കെ ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാം കുറയ്ക്കാം നമുക്ക് 2x 2x കുറച്ചാൽ 0 ഇനി നോക്കാം കേട്ടോ -4y സാർ ഇവിടെ ചെയ്യാം -4y നിന്ന് കുറയ്ക്കണം -5y ശ്രദ്ധിക്കണേ 2 മൈനസും പ്ലസ് ആയിട്ട് മാറൂലേ +5y 5y -4y 1y y ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ശ്രദ്ധിക്കുക 4 മൈനസ് -2 4 + 2 ആയി മാറും ഈക്വൽ ടു 6 എന്ന് കിട്ടും കേട്ടോ y ഈക്വൽ ടു നമുക്ക് കിട്ടിയ ആൻസർ എന്താ y ഈസ് ഈക്വൽ ടു 6 ഈ y ഈക്വൽ ടു 6 ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഓക്കെ യെസ് പുട്ട് വൈയുടെ വാല്യൂ y ഈസ് ഈക്വൽ ടു 6 ഇൻ ഇക്വേഷൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഞാൻ കൊടുക്കുന്നത് ഇക്വേഷൻ നമ്പർ 1 കേട്ടോ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതുന്നു x - 2y is equal to 2 x minus 2 into yക്ക് പകരം 6 കൊടുക്കുന്നു ഈക്വൽ ടു 2 ഓക്കെ അല്ലേ മക്കളെ x minus 6 into 2 12 ആണ് is equal to 2 അതായത് x is equal to 2 അതുപോലെ തന്നെ എഴുതാം -12 ഇങ്ങോട്ട് എടുത്താൽ +12 ആയിട്ട് മാറും സോ എക്സിന്റെ വാല്യൂ വരുന്നത് 14 ഓക്കെ അല്ലേ മക്കളെ സോ ഇതാണ് നമ്മളുടെ ലാർജ് നമ്പർ ആൻഡ് സ്മോൾ നമ്പർ ലാർജ് നമ്പർ x is equal to 14 സ്മോൾ നമ്പർ y is equal to 6 ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് ക്ലിയർ അല്ലേ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ് എല്ലാവരും ഒന്ന് വീഡിയോ പതിയെ കണ്ട് അത് മനസ്സിലാക്കി എടുക്കുക കേട്ടോ ഓക്കെ മക്കളെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം മക്കളെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 the number got by interchanging the digit is 27 more than the original number what is the number ഓക്കെ മക്കളെ ഒരു കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യമാണ് പക്ഷെ എളുപ്പമാണ് കേട്ടോ ഓക്കെ സാറിന്റെ ആൻസറിലേക്ക് പോവാണ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക കേട്ടോ ഒരു 2-digit നമ്പറിന്റെ രണ്ടക്ക സംഖ്യ അതിന്റെ ജനറൽ ഫോം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഒരു എക്സാമ്പിൾ സാർ കാണിക്കാം 13 ഒരു 2-digit നമ്പർ ആണ് ഈ 13നെ നമുക്ക് എങ്ങനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റാം ശ്രദ്ധിക്കുക 10 ഇൻറ്റു മക്കളെ ഈ 10ന്റെ പൊസിഷനിൽ 1 അല്ലേ 1 പ്ലസ് ഒറ്റയുടെ പൊസിഷനിൽ 3 ഈ രൂപത്തിലേക്ക് മാറ്റാം ഓക്കെ ഇപ്പോൾ 46ന് നമുക്ക് ഇതുപോലെ തന്നെ 10 ഇൻറ്റു 4 പ്ലസ് 6 എന്ന രൂപത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കറിയാത്തൊരു നമ്പർ XY എന്നാണെങ്കിൽ അതിനെങ്ങനെ മാറ്റാം 10 ഇൻറ്റു ആദ്യത്തെ നമ്പർ x പ്ലസ് രണ്ടാമത്തെ നമ്പർ എന്ന രൂപത്തിലേക്ക് മാറ്റാം ഓക്കെ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കിയാൽ 10x + y അതായത് XY എന്ന് പറയുന്ന നമ്പറിന്റെ ജനറൽ ഫോം എന്താണ് 10x + y വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ ഓക്കെ അപ്പോൾ XY സാറ് പറഞ്ഞാൽ ഓർത്തോ അതിൻ്റെ മറ്റൊരു ഫോം എന്താ 10x + y ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ സാർ ഇത് ഉപയോഗിച്ചാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ക്ലിയർ അല്ലേ മക്കളെ സോ XYനെ നമുക്ക് എങ്ങനെ എഴുതാം 10x + y എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം ഓക്കെ യെസ് ശ്രദ്ധിച്ച് കേൾക്കാട്ടെ എല്ലാവരും the sum of 2 digits of a 2-digit number ഞാൻ 2-digit നമ്പറിനെ XY എന്ന് എടുക്കാണ്ട let the 2-digit number is equal to XY ഇതാണ് നിങ്ങളുടെ രണ്ടക്ക സംഖ്യ എന്ന് വിചാരിക്കുക XY ഇതിന്റെ രണ്ട് ഡിജിറ്റ്സുകൾ കൂട്ടിയാൽ അതായത് എക്സും വൈയും കൂട്ടിയാൽ 11 കിട്ടുന്ന പറയുന്നത് സോ x + y = 11 ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ ആണ് മക്കളെ ഇനി when number got by interchanging the digits is 27 more than the original number മക്കളെ ഈ XYയുടെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ when interchanged ശ്രദ്ധിക്കണേ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഈ XY എന്ന് പറയുന്ന നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്താൽ അതെന്തായിട്ട് മാറും YX എന്നായിട്ട് മാറും ഓക്കെ ഇപ്പോൾ 12നെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ 21 ആയിട്ട് മാറൂലേ അതുപോലെ XYനെ ഇന്റർചേഞ്ച് ചെയ്താൽ YX എന്ന് കിട്ടും ഓക്കെ അല്ലേ സോ ഇതിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം നമുക്ക് YXന്റെ 10y + x എന്ന് എഴുതാം ഓക്കെ അല്ലേ മക്കളെ 10y + x എന്ന് എഴുതാം
ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ എക്സ് വൈയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് വൈയുടെ ജനറൽ ഫോം എന്താ? 10x + y ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വൈ എക്സിന്റെ ആണെങ്കിലോ 10y + x. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ദ നമ്പർ ഗോഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അതായത് നമുക്ക് കിട്ടിയ ഈ നമ്പർ അതായത് 10y + x അല്ലേ മക്കളെ? വൈ എക്സ് എന്ന് പറഞ്ഞാൽ 10y + x ആണ് സാർ എഴുതാം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ. ഈ നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ അത് ഇതല്ലേ മക്കളെ? അത് 10x + y അതിനോട് 27 കൂട്ടുന്നതാണ്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ക്ലിയർ അല്ലേ? ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്പറിനോട് 27 കൂട്ടുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. 10y + x അതുപോലെ തന്നെ എഴുതാം. ഈ 10x ഇങ്ങോട്ട് വന്നാൽ -10x, y ഇങ്ങോട്ട് വന്നാൽ -y = 27 അതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഇനി മക്കൾ നോക്കിക്കേ, 10y നമുക്ക് എക്സുകൾ ഒരുമിച്ച് എഴുതാം. ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ആദ്യം x - 10x ഒരുമിച്ച് എഴുതാണ്, +10y - y ഒരുമിച്ച് എഴുതാണ് = 27. ഒന്നുമില്ല, എക്സിന്റെ ടേംസ് ഒരുമിച്ച് എഴുതി, വൈയുടെ ടേംസ് ഒരുമിച്ച് എഴുതി. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോടാ. ഓക്കെ, ഇനി x - 10x എന്ന് പറയുന്നത് -9x ആണ്, പ്ലസ് 10y ന്ന് 1y കുറച്ചാൽ +9y ആണ് = 27 എന്ന് എഴുതാം. മക്കൾ എക്സിന്റെ കൂടെ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, മൾട്ടിപ്ലൈ ബൈ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ -9x നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x ആയിട്ട് മാറും. +9y നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ -9y കിട്ടും, = 27 നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ -27 കിട്ടും. ഒന്നുമില്ല, ഇവിടെ എല്ലാം ചിഹ്നം മാറ്റി എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ മക്കളെ? സാറ് താഴെ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതാം. x + y = 11, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 9x ആണ്, ഇവിടെ വെറും x ആണ്. വേരിയബിൾ സെയിം അല്ല, 9y സെയിം അല്ല, അപ്പോൾ വേരിയബിൾ സെയിം ആക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇക്വേഷൻ 1നെ 9 കൊണ്ട് ഗുണിക്കാണ് കേട്ടോ. നോക്കിക്കേ, ഇക്വേഷൻ 1ൽ ആദ്യത്തെ ആൾ x അല്ലേ? എക്സിനെ 9 കൊണ്ട് ഗുണിച്ചാൽ 9x പ്ലസ് വൈനെ 9 കൊണ്ട് ഗുണിച്ചാൽ 9y = 11നെ 9 കൊണ്ട് ഗുണിച്ചാൽ 99. ഇതാണ് ഇക്വേഷൻ നമ്പർ 3 ഗൈസ്. സെറ്റ് അല്ലേ? ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതാന്റെ താഴെ അടുത്ത ഇക്വേഷൻ ഏതാണ്? 9x - 9y = -27, ഇക്വേഷൻ നമ്പർ 2 ഗൈസ്. സോൾവ് ചെയ്യാം, പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ 9x - 9x, 9x ന്ന് 9x കുറച്ചാൽ 0. ഓക്കെ, ഇനി 9y - -9y, ഞാൻ ഇക്വേഷൻ 3 - 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, 9y - -9y, ആ 2 മൈനസ് പ്ലസ് ആയാൽ നോക്കിയ മക്കളെ, 9y - -9y. ഓക്കെ, 2 മൈനസും പ്ലസ് ആയാൽ 9y + 9y = 18y എന്ന് നമുക്ക് കിട്ടും. 18y. സോ +18y = മക്കൾ ഇതിന് ആൻസർ വരുന്നത് 126 അല്ലേ? 126 എന്ന് കിട്ടും. 18y = 126 ആണെങ്കിൽ y = 126 × 18, നേരെ താഴേക്ക് വന്നാൽ /18. സോ കിട്ടുന്ന ആൻസർ y = 7 ഗൈസ്. y = 7 എന്ന് ഉത്തരം നമുക്ക് കിട്ടുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വൈയുടെ വാല്യൂ പുട്ട് y = 7 ഇൻ ഇക്വേഷൻ നമ്പർ ഏത് ഇക്വേഷൻ കൊടുക്കണം മക്കളെ? സിമ്പിൾ ഇക്വേഷൻ നമ്പർ 1 ആണ്, അതിൽ കൊടുക്കാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതാം. x + y = 11. ഓക്കെ, അതിൽ yക്ക് 7 കൊടുത്താൽ x + 7 = 11. x അതുപോലെ തന്നെ എഴുതാം, 11 അതുപോലെ തന്നെ എഴുതാം. ഈ 7 ഇങ്ങോട്ട് വന്നാൽ -7, സോ x = 4. സോ നമ്മളുടെ രണ്ടക്ക സംഖ്യ അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ ഏതാണ് മക്കളെ? 2 ഡിജിറ്റ് നമ്പർ = xy ആണ്. എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 7 കൊടുക്കുക. 47 ആണ് നമ്മളുടെ സംഖ്യ. ക്ലിയർ അല്ലേ മക്കളെ? ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാറേ ക്വസ്റ്റ്യൻ നമ്പർ 4 കാണിച്ചു. മക്കളെ, നാലാമത്തെ ചോദ്യം. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2180 rupees. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും 2180 രൂപ. പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽസ് ഈസ് 2110 rupees. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും 2110 രൂപയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓക്കെ, അപ്പോൾ സാറേ ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസറിലേക്ക് കടക്കാണ്. പ്രൈസ് ഓഫ് ട്രോഫി ഞാൻ എക്സ് എന്ന് എടുക്കാണ്ട, എക്സ് എന്ന് എടുക്കാണ്. ഇനി പ്രൈസ് ഓഫ് മെഡൽ
ഞാൻ y എന്ന് എടുക്കേണ്ട ഇസ് ഈക്വൽ ടു y. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാണ്, ശ്രദ്ധിക്കുക. 17 ട്രോഫിക്കും 16 മെഡലിനും 2180 രൂപ. ഓക്കെ, ഒരു ട്രോഫിക്ക് എക്സ് ആണെങ്കിൽ 17 ട്രോഫിക്ക് 17x ആണ് വില. അതിൻ്റെ കൂടെ 16 മെഡലിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു മെഡലിന് y ആണെങ്കിൽ 16 മെഡലിന് 16y ഇസ് ഈക്വൽ ടു 2180. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 മക്കളെ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കടക്കാണ്, ശ്രദ്ധിക്കുക. പ്രൈസ് ഓഫ് 16 ട്രോഫീസ്, 16 ട്രോഫികൾക്ക് 16x ആണ് വില. ഇനി 17 മെഡൽസിന് 17y ആണ് വില ഇസ് ഈക്വൽ ടു 2110. ഇക്വേഷൻ നമ്പർ 2 മക്കളെ. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് വേരിയബിൾസ് സെയിം ആയിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മുന്നേ പഠിച്ച ആ മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യണം. വലിയ നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് നോക്കി യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1നെ ഗുണിക്കണം, അതുപോലെ തന്നെ ഇക്വേഷൻ 2നെയും ഗുണിക്കണം. രണ്ട് ഇക്വേഷൻസിനെയും ചേഞ്ച് ചെയ്യണം. ഇക്വേഷൻ 1നെ എന്തുകൊണ്ടാണ് ഗുണിക്കാം? ഇക്വേഷൻ 2ൽ എക്സിൻ്റെ കൂടെ ആരാ 16 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അതുപോലെ ഇക്വേഷൻ 2നെ ഗുണിക്കുന്നത് ഇക്വേഷൻ 1ൽ എക്സിൻ്റെ കൂടെ ആരാണോ 17 അതുകൊണ്ട് ഗുണിക്കാം. ഓക്കെ അല്ലേ മക്കളെ? സോ ആൻസർ വരുന്നത് യെസ്. ഇക്വേഷൻ 1 നോക്കാം നിങ്ങൾ. ഇക്വേഷൻ 1ൽ ആദ്യത്തെ ആൾ 17x ആണ്. 17xനെ 16 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 272x ആണ്, 272x. പ്ലസ് ഇക്വേഷൻ 1ൽ അടുത്ത ആൾ നോക്കാം 16y. 16y ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 256y എന്നാണ് കിട്ടുക. 256y ഇസ് ഈക്വൽ ടു അടുത്ത ആൾ നോക്കി 2180 ഇൻറ്റു 16 ഗുണിക്കുമ്പോൾ 34880 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. നെക്സ്റ്റ് വൺ, ഇക്വേഷൻ നമ്പർ 2നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. ആദ്യത്തെ ടേം 16x ആണ്. 16x ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 272x ആണ് കേട്ടോ. പ്ലസ് അടുത്ത ആൾ 17y ആണ്. 17y ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ 289y ആണ് കേട്ടോ. ഇസ് ഈക്വൽ ടു 2110 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ 35870. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. കാരണം എക്സുകൾ സെയിം ആയല്ലോ. കണ്ടോ, ഇവിടെ 272x, ഇവിടെ 272x കേട്ടോ. ഓക്കെ, 4ൽ നിന്ന് 3 നമ്മൾ കുറയ്ക്കുന്നത് കേട്ടോ. 4ൽ നിന്ന് 3 കുറയ്ക്കുക. ഇക്വേഷൻ നമ്പർ 4 - 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും കുറയ്ക്കുമ്പോൾ 0 പ്ലസ് 289y നിന്ന് 256y കുറച്ചാൽ ബാക്കി കിട്ടുന്നത് 33y ആണ്. ഇസ് ഈക്വൽ ടു മക്കൾ ഇത് തമ്മിൽ കുറയ്ക്കാം കേട്ടോ. 35,870 നിന്ന് 34,880 കുറച്ചാൽ കിട്ടുന്നത് 990 ആണ് കേട്ടോ. ഓക്കെ, സോ y ഇസ് ഈക്വൽ ടു 990 ഇൻറ്റു 33 നേരെ പോയാൽ ബൈ 33. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 30 ആണ് കേട്ടോ. y is equal to 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? യെസ്, നമ്മുടെ ആൻസർ ഏകദേശം അടുത്തായി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. പുട്ട് y is equal to 30 ഇൻ ഇക്വേഷൻ നമ്പർ 1ൽ തന്നെ നമുക്ക് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതാം. 17x പ്ലസ് 16y is equal to 2180. അതിൽ 17x അതുപോലെ തന്നെ 16 ഇൻറ്റു വൈയുടെ വാല്യൂ 30 is equal to 2180. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, 17x പ്ലസ് 16 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? 16 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 480 ആണ്. 480 ഈസ് ഈക്വൽ ടു 2180. ഓക്കെ, 17x ഇസ് ഈക്വൽ ടു 2180 അതുപോലെ തന്നെ എഴുതാം. ഈ 480 ഇങ്ങോട്ട് വന്നാൽ -480 ആയിട്ട് മാറും. സോ കിട്ടുന്ന ആൻസർ 17x ഇസ് ഈക്വൽ ടു 1700 എന്ന് കിട്ടും. സോ x ഇസ് ഈക്വൽ ടു 1700 ബൈ 17 ദാറ്റ്സ് ഈക്വൽ ടു x ഈക്വൽ ടു 100 എന്ന ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. സോ പ്രൈസ് ഓഫ് ട്രോഫി എക്സ് ആണ്, എക്സിൻ്റെ വില 100, ട്രോഫിയുടെ വില 100 റുപ്പീസ് ആണ്. ഓക്കെ, ഇനി പ്രൈസ് ഓഫ് മെഡൽ അത് y ആണ്. y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി മക്കളെ? 30 രൂപയാണ് മെഡലിൻ്റെ വില. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മക്കളെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at a rate of a meter per second every second, the distance traveled in time t seconds is ut plus half at square. മക്കളെ, ഇതൊരു റിലേഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും സ്പീഡ്, ഇനീഷ്യൽ സ്പീഡും ആദ്യത്തെ വേഗവും ടൈമും ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ അത്. ഓക്കെ, the distance traveled in 2 seconds is 10 meters. And the distance traveled in 4 seconds is 28 meters. Okay, what was the starting speed? What is the rate in which speed is increasing? എന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ സ്പീഡ് അതുപോലെ ആക്സിലറേഷൻ. നമ്മൾ ഇതുപോലെ നേരത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, പക്ഷേ അവിടുത്തെ ഇക്വേഷൻ ആൻഡ് റിലേഷൻ വേറെ ആയിരുന്നു, ശ്രദ്ധിക്കുക.
ഇവിടുത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡാണ്, ആദ്യ പ്രവേഗം. ഇനീഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ ആദ്യ പ്രവേഗം. എ ഈക്വൽ ടു ആക്സിലറേഷൻ, ത്വരണമാണ്. ആറ്റ് ടി ഈസ് ഈക്വൽ ടു ടൈം ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ഓരോ കണ്ടീഷനിലായിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, വെൻ ടൈം ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക, ടൈം 2 seconds കഴിഞ്ഞപ്പോൾ 10 meters ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. അതായത് ടി 2 seconds ആയിരുന്നപ്പോൾ ഡിസ്റ്റൻസ് എസ് എത്രയാ? എസ് 10 meter ആണ്. 2 seconds ട്രാവൽ ചെയ്തപ്പോൾ 2 second ആ വസ്തു ചലിച്ചപ്പോൾ എത്ര ദൂരം പോയി? 10 meter ദൂരം പോയി. അതായത് ഇവിടുത്തെ റിലേഷൻ നമുക്ക് എഴുതാം, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ്. മക്കളെ ഇത് ഞാനൊന്ന് തിരിച്ചെഴുതാണ്ട. ഓക്കെ, യു ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ടൈം 2 അല്ലേ മക്കളെ, 2 പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ സ്ഥാനത്ത് എ തന്നെ കൊടുക്കാം, ടി എന്ന് പറയുന്നത് 2 അല്ലേ മക്കളെ, 2 സ്ക്വയർ എന്ന് കൊടുക്കാം, ഇസ് ഈക്വൽ ടു എസ് ഡിസ്പ്ലേസ്മെന്റ് 10 എന്ന് കൊടുക്കാം. ഓക്കെ, യു ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2u ആണ്, 2u പ്ലസ് ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അത് നമുക്ക് വെട്ടിക്കളയാം. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. അവിടെ ഒരു 2ഉം താഴത്തെ 2ഉം വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഒരു 2 കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് എ ഇൻറ്റു 2 എന്ന് വരും, 2a ഇസ് ഈക്വൽ ടു 10. ഇതാണ് മക്കളെ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ, യെസ്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത കണ്ടീഷനിലേക്കാണ്. അടുത്ത കണ്ടീഷൻ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കാം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, യെസ് ശ്രദ്ധിക്കുക, when time is equal to ക്വസ്റ്റ്യനിൽ പറയുന്ന ടൈം 4 seconds ആണ്. ടൈം 4 seconds കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 28 meters ആണ് കേട്ടോ, 28 meter ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതാണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ്. ഇക്വേഷനിൽ കൊടുക്കാം, യു ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ടിയുടെ വാല്യൂ 4 കൊടുക്കുന്നു, പ്ലസ് ഹാഫ് ഇൻറ്റു എ, അതുപോലെ തന്നെ എഴുതുന്നു ടി സ്ക്വയർ, ടിയുടെ സ്ഥാനത്ത് 4 ആണ് കൊടുക്കുന്നത്, 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു എസിന്റെ സ്ഥാനത്ത് 28. ക്ലിയർ അല്ലേ മക്കളെ? നമ്മളിത് എസിന്റെയും ടിയുടെ വാല്യൂസ് മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എസിന്റെയും ടിയുടെ വാല്യൂ മാത്രം ഇക്വേഷനിൽ കൊടുക്കാണ്ട. ഓക്കെ, ശ്രദ്ധിക്കുക, യു ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4u ആണ്, 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ 16 ആണ് ഈക്വൽ ടു 28. മക്കളെ 2 16 8 തവണ, സോ 4u പ്ലസ് എ ഇൻറ്റു 8, 8a ഇസ് ഈക്വൽ ടു 28. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ എഴുതാം, സോൾവ് ചെയ്യാത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, 2u പ്ലസ് 2a is equal to 10. ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഇവിടെ വേരിയബിൾസ് സെയിം അല്ല. ഇവിടെ 4u 2u സെയിം അല്ല, 8a 2a സെയിം അല്ല. സെയിം ആക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഗുണിക്കുകയാണ് കേട്ടോ. ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഇക്വേഷൻ 1ൽ ആദ്യത്തെ ടൈം 2u അല്ലേ മക്കളെ, 2u ഇൻറ്റു 2 4u പ്ലസ് 2a ഇൻറ്റു 2 4a is equal to 10 ഇൻറ്റു 2 20. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആദ്യം എഴുതാണ്, 4u പ്ലസ് 8a ഇസ് ഈക്വൽ ടു 28. ഇക്വേഷൻ നമ്പർ 2. അതിന് താഴെ ഇക്വേഷൻ നമ്പർ 3 എഴുതാം കേട്ടോ. 4u പ്ലസ് 4a ഇസ് ഈക്വൽ ടു 20. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, കാരണം ഇവർ തമ്മിലാണ് നമുക്ക് കുറയ്ക്കേണ്ടത് കേട്ടോ. ഇവരെ തമ്മിലാണ് കുറയ്ക്കേണ്ടത്, ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇക്വേഷൻ 2ൽ നിന്ന് 3 ആണ് മൈനസ് ചെയ്യുന്നത് കേട്ടോ. 2 മൈനസ് 3 ആണ് നമ്മൾ ചെയ്യുന്നത്. 4u മൈനസ് 4u 0 പ്ലസ് 8a നിന്ന് 4a കുറച്ചാൽ 4a ഇസ് ഈക്വൽ ടു 28 മൈനസ് 20 8. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് കിട്ടുന്ന ആൻസർ ശ്രദ്ധിക്കാം. ആൻസർ ശ്രദ്ധിക്കാം. 4a ഇസ് ഈക്വൽ ടു 8 ആണെങ്കിൽ a ഈക്വൽ ടു 8/4 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, 8/4 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? പുട്ട് എ ഈക്വൽ ടു, എക്ക് കിട്ടിയ വാല്യൂ 2 ആണ്. അത് നമ്മൾ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്ന ഇക്വേഷൻ നമ്പർ 1 ആണ്. 1 അല്ലേ ചെറുത്, 1 കൊടുക്കാം നമുക്ക് കേട്ടോ. ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എടുത്ത് ഇതാണ്, 2u പ്ലസ് 2a ഇസ് ഈക്വൽ ടു 10. എയുടെ വാല്യൂ 2 കിട്ടി, അത് ഇവിടെ കൊടുക്കാം കേട്ടോ. 2u പ്ലസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2 കൊടുക്കുകയാണ്, ഈക്വൽ ടു 10. 2u പ്ലസ് 2 ഇൻറ്റു 2 4 ആണ്, ഈക്വൽ ടു 10.
2u is equal to 10 പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ -4. സോ 2u is equal to നമുക്ക് 6 എന്ന് കിട്ടുന്നുണ്ടോ. സോ യുവിൻ്റെ വാല്യൂ വരുന്നത് 6/2 ദാറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ അല്ലേ മക്കളെ? നമ്മളോട് ചോദിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇനീഷ്യൽ സ്പീഡ്, അതുപോലെ തന്നെ ആക്സിലറേഷൻ. ഇനീഷ്യൽ സ്പീഡ് യു അല്ലേ മക്കളെ? യു ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ ഫൈനൽ ആൻസർ എഴുതാം. യു ഇസ് ഈക്വൽ ടു 3 മീറ്റർ/സെക്കൻഡ്. ഇതാണ് ഇനീഷ്യൽ സ്പീഡ്, ആദ്യ പ്രവേഗം. ഇനി റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, സ്പീഡ് കൂടുന്ന നിരക്ക്. ഓക്കെ, അതായത് വേഗത കൂടുന്ന നിരക്ക് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. എ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ മക്കളെ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മക്കളെ, നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. എ 2 digit number is equal to 6 times the sum of its digits. Okay, the number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? Okay അല്ലേ മക്കളെ? നമുക്ക് ആൻസറിലേക്ക് കടക്കാം കേട്ടോ. സാറിന്റെ ആൻസർ പറയാൻ പോകണം, ശ്രദ്ധിക്കുക. 2 digit നമ്പർ നമുക്കറിയാം. ഒരു 2 digit നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് XY എന്ന രൂപത്തിലാണ്. ഇതിന്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചതാണ് 10x plus y. ഓക്കെ, 10x plus y. ഇനി ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ 1 നമുക്ക് നോക്കാം കേട്ടോ. കണ്ടീഷൻ 1. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാടാ. കണ്ടീഷൻ 1 പ്രകാരം യെസ് 2 digit number is equal to 6 times the sum of the digits. അതായത് ഈ 2 digit number XY is equal to 6 times the sum of the digits. അതായത് സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സും വൈയും കൂട്ടുന്നതാണ് സം ഓഫ് ദ ഡിജിറ്റ്സ്. അതിൻ്റെ 6 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 6 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 2 digit നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ്സിൻ്റെ 6 ടൈംസ്, 6 മടങ്ങാണ്. മക്കളെ, എക്സ് വൈക്ക് പകരം നമ്മൾ ജനറലി അതിൻ്റെ ജനറൽ ഫോമാണ് എഴുതുക കേട്ടോ. 10x plus y is equal to 6 into x plus y. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 1 ഫോം ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, 10x plus y is equal to 6 into x 6x ആണ്, പ്ലസ് 6 into y 6y ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിക്കുക, 10x ഇതേ മക്കളെ, ഈ രണ്ട് വേരിയബിൾസ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഈ 6x ഇങ്ങോട്ട് വന്നാൽ -6x, y അതുപോലെ തന്നെ എഴുതുന്നു, പ്ലസ് 6y ഇങ്ങോട്ട് വരുമ്പോൾ -6y ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? രണ്ട് പേരെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 10x minus 6x 4x ആണ്. ഇനി നോക്കുക, y minus 6y എന്ന് പറയുന്നത് മക്കളെ 1 minus 6 -5 അല്ലേ? -5y is equal to 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ച് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ക്വസ്റ്റ്യൻ നോക്കാം. The number got by interchanging the digits is 9 more than 4 times the sum of the digits. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ നമ്മൾ പഠിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കിട്ടുന്ന നമ്പർ XY ആണെങ്കിൽ YX ആണ്. അതിന്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10y plus x ആണെന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഈ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ YX is equal to, ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ x plus y, അതിൻ്റെ 4 മടങ്ങിനോട് 9 കൂട്ടുന്നതാണ്. ശ്രദ്ധിച്ച് കേട്ടോടാ. നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ നമ്പേഴ്സ്, അതായത് YX is equal to 4 times സം ഓഫ് ദ ഡിജിറ്റ്സ് പ്ലസ് 9. അതായത് സം ഓഫ് ദ ഡിജിറ്റ്സിനോട്, അക്കങ്ങളുടെ തുകയോട് 4 മടങ്ങിനോട് 9 കൂട്ടുന്നതാണ്. മക്കൾ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ YXന് പകരം നമുക്ക് എന്ത് എഴുതാം? 10y plus x എന്ന് എഴുതാം, ഈക്വൽ ടു 4 into x 4x ആണ്, പ്ലസ് 4 into y 4y ആണ്, പ്ലസ് 9 അതുപോലെ തന്നെ എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് എല്ലാ വേരിയബിൾസും ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം x എഴുതാണ്, x അതുപോലെ തന്നെ എഴുതാണ്, പ്ലസ് 4y ഇങ്ങോട്ട് വന്നാൽ -4y ആയിട്ട് മാറുന്നു. ഈ 10y അതുപോലെ തന്നെ എഴുതാം, പ്ലസ് 10y. ഓക്കെ, 4y ഇങ്ങോട്ട് എടുത്താൽ -4y ആയിട്ട് മാറും, 9 അതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ x minus 4y എന്ന് പറഞ്ഞാൽ 4x ആണ് കേട്ടോ. x minus 4x ദാറ്റ്സ് ഈക്വൽ ടു -3x ആണ്, പ്ലസ് 10y minus 4y 6y ആണ്, ഈസ് ഈക്വൽ ടു 9 നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ?
നമ്മൾ നെഗറ്റീവ് ചിഹ്നം കളയാൻ, എക്സിന്റെ മുന്നിലെ നെഗറ്റീവ് ചിഹ്നം കളയാൻ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ നെഗറ്റീവ്. നെഗറ്റീവ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ആണ്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? സാറ് പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ചിഹ്നം മാറും. -3x മാറി +3x ആകുന്നു. ഇനി 6y പോസിറ്റീവ് അല്ലേ മക്കളെ, അത് നെഗറ്റീവ് ആകുന്നു. -6y = ഇത് പോസിറ്റീവ് അല്ലേ, അത് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഇക്വേഷൻ നമ്പർ 2 മക്കളെ. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ അത് ഇക്വേഷൻ നമ്പർ 2 എഴുതി, അതുപോലെ ഇക്വേഷൻ നമ്പർ 1 എഴുതി കേട്ടോ. ഓക്കെ, ആ ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കാം. അതിനുള്ള സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 എഴുതുകയാണ്. 4x - 5y = 0, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഇക്വേഷൻ നമ്പർ 2 എഴുതട്ടെ. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് 3x - 6y = -9, ഇക്വേഷൻ നമ്പർ 2. മക്കളെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഇക്വേഷൻസിനെ ചേഞ്ച് ചെയ്യണം. കാരണം വേരിയബിൾസ് ഒന്നും സെയിം അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 1നെ മാറ്റണം, ഇക്വേഷൻ 2നെ മാറ്റണം. ഇക്വേഷൻ 1നെ ഗുണിക്കേണ്ടത് ഇക്വേഷൻ 2ൽ എക്സിന്റെ കോഎഫിഷ്യന്റിനോടാണ്, 3 കൊണ്ട് ഗുണിക്കണം. ഇക്വേഷൻ 2നെ ഗുണിക്കേണ്ടത് ഇക്വേഷൻ 1ൽ എക്സിന്റെ കൂടെ 4 കൊണ്ട് ഗുണിക്കണം കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇക്വേഷൻ 1നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. ഇക്വേഷൻ 1 നോക്കുക നിങ്ങൾ. അതിൽ ആദ്യത്തെ ആൾ 4x ആണ്. 4x × 3 എന്ന് പറഞ്ഞാൽ 12x ആണ് കേട്ടോ. 12x -5y × 3 15y ആണ് = 0 × 3 0 എന്ന് തന്നെ കിട്ടും. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കിട്ടിയടാ. ഇക്വേഷൻ നമ്പർ 3 ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇക്വേഷൻ നമ്പർ 2നെ 4 കൊണ്ട് ഗുണിക്കണം. ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. ഓരോ ടേംസിനെയും 4 കൊണ്ട് ഗുണിക്കണം. 3x × 4 12x ആണ്. ഓക്കെ, 6y × 4 24y ആണ്. 24y = -9 × 4 -36 എന്ന് കിട്ടും. മക്കൾ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ഗൈസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻസും കുറയ്ക്കാട്ടോ. കാരണം എക്സ് സെയിം ആയില്ല. ഇപ്പോൾ 12x എക്സ് സെയിം ആയി. ഇനി നമുക്ക് 2 ഇക്വേഷൻ നമ്മൾ കുറയ്ക്കാം. ഇക്വേഷൻ 3 - 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സർ ആൻസർ പറയാണ് 12x - 12x 0. ഇവിടെ -15y ശ്രദ്ധിക്കണേ. -15y എന്ന് കുറയ്ക്കണം. -24y. ഓക്കെ അല്ലേ മക്കളെ? -15y 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആയി. +24y എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 9y ആണ് കേട്ടോ. 9y 24 15 കുറച്ചാൽ 9y = ഇവിടെ നോക്കുക, 0 കുറയ്ക്കണം. -36 +36 ആയിട്ട് മാറും. സോ +36 ദാറ്റ്സ് ഈക്വൽ ടു y = 36/9 ദാറ്റ്സ് ഈക്വൽ ടു 4. y = 4 എന്ന് കിട്ടി ഗൈസ്. y 4 എന്ന് കിട്ടിയാൽ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇക്വേഷൻ ആണ്. ഓക്കെ, പുട്ട് y = 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതാണ്. 4x - 5y = 0. ഇനി ശ്രദ്ധിക്കുക, 4 × x അതുപോലെ തന്നെ -5 × y സ്ഥാനത്ത് 4 = 0. ക്ലിയർ അല്ലേ മക്കളെ? 4x - 5 × 4 20 = 0. മക്കളെ, 4x = -20 ഇങ്ങോട്ട് പോയാൽ +20 ആയിട്ട് മാറും. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ആൻസറിലേക്ക് കടക്കാം. 4x = 20 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 20 × 4 നേരെ താഴത്തേക്ക് പോയാൽ /4. സോ x = 5 എന്ന് കിട്ടി. സോ നമ്മളുടെ നമ്പർ എന്താ മക്കളെ? 2 ഡിജിറ്റ് നമ്പർ. അത് xy ആണ്. എക്സിന് കിട്ടിയ വാല്യൂ 5 ആണ്. y കിട്ടിയ വാല്യൂ 4 ആണ്. സോ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ഏതാ? 54 ആണ്. മക്കളെ, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നമ്മൾ ഇനി പോകുന്നത് 7ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. മക്കളെ, നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 11 added to a number gives twice another number. 20 added to second number gives twice the first number. What are the numbers എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് കടക്കാണ്. ഫസ്റ്റ് നമ്പറിനെ, ഒന്നാമത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. സെക്കൻഡ് നമ്പറിനെ വൈ എന്ന് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി ശ്രദ്ധിക്കുക. 11 added to a number gives twice another number എന്ന് പറഞ്ഞാൽ 11 added to a number, നമ്മൾ ആദ്യത്തെ നമ്പറിനോട് 11 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ട്വൈസ് അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിന്റെ ഇരട്ടി. രണ്ടാമത്തെ നമ്പർ y ആണ്, അതിന്റെ ഇരട്ടി. ഓക്കെ അല്ലേ? ഒന്നാമത്തെ നമ്പറിനോട് 11 കൂട്ടുമ്പോൾ കിട്ടുന്നത് രണ്ടാമത്തെ നമ്പറിന്റെ ഇരട്ടിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? 2y ഇങ്ങോട്ട് എടുത്താൽ x - 2y എന്ന് കിട്ടും. ഈക്വൽ ടു 11 അങ്ങോട്ട് പോയാൽ -11. ഇക്വേഷൻ നമ്പർ 1 സെറ്റ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം.
20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ y ആണ്. അതിനോട് 20 ആഡ് ചെയ്യുമ്പോൾ 20 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ ശ്രദ്ധിക്കുക, ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പർ എക്സ് ആണ്, അതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ തിരിച്ചെഴുതാണ്. 2x ഈക്വൽ ടു y പ്ലസ് 20 എന്ന രൂപത്തിൽ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഒന്നുമില്ല, ഇതിന് നമ്മൾ തിരിച്ചെഴുതി. ഓക്കെ, y ഇങ്ങോട്ട് എടുത്താൽ 2x മൈനസ് y ഇസ് ഈക്വൽ ടു 20 കിട്ടി. ഇക്വേഷൻ നമ്പർ 2. മക്കളെ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ആൻസർ ആയിട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ അതേ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുന്നു. x മൈനസ് 2y ഇസ് ഈക്വൽ ടു 11 മൈനസ് 11 ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നു. 2x മൈനസ് y ഇസ് ഈക്വൽ ടു 20 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വേരിയബിൾ സെയിം അല്ല. ഇവിടെ എക്സ് ആണ്, ഇവിടെ 2x ആണ്, ഇവിടെ 2y ആണ്, y ആണ്. ഇക്വേഷൻ സെയിം അല്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1നെ മാറ്റുകയാണ്. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇക്വേഷൻ 1ൽ ആദ്യത്തെ ആൾ എക്സ് ആണ്, എക്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2x. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, മൈനസ് ഇട്ട് കൊടുത്തു. 2y-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4y ഇസ് ഈക്വൽ ടു മൈനസ് 11-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 22. ഇതാണ് ഇക്വേഷൻ നമ്പർ 3 കേട്ടോ. ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഇക്വേഷൻ നമ്പർ 2 താഴെ എഴുതാണ്. 2x മൈനസ് y ഇസ് ഈക്വൽ ടു 20 ഇക്വേഷൻ നമ്പർ 2 എഴുതി. മക്കളെ, ഇക്വേഷൻ തമ്മിൽ കുറച്ചാൽ നമുക്കിത് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ശ്രദ്ധിക്കാം ചോദ്യം. 2x മൈനസ് 2x ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യുന്നു. 2x-ന് 2x കുറച്ചാൽ 0. ഇനി ശ്രദ്ധിക്കുക, മൈനസ് 4y നിന്ന് കുറക്കാണ് മൈനസ് y, അതായത് മൈനസ് 4y പ്ലസ് y എന്ന് കിട്ടും. മൈനസ് 4y പ്ലസ് y എന്ന് പറഞ്ഞാൽ മൈനസ് 3y ആണ് മക്കളെ. ഓക്കെ, മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 22-ൽ നിന്ന് കുറക്കാണ് 20 കേട്ടോ. 20 കുറക്കാണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? മൈനസ് 42 ആണ്. മൈനസ് 42. രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് 42 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 42 ആണെങ്കിൽ 3y ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടും. 3y ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടും. അതായത് y-യുടെ വാല്യൂ വരുന്നത് 42/3 കേട്ടോ. 42/3 എന്ന് പറയുമ്പോൾ 42/3 3 4 3 12. സോ y is equal to 14 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്താം കേട്ടോ. y is equal to 14. y is equal to 14 ഉപയോഗിച്ച് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. പുട്ട് y ഈക്വൽ ടു 14 ഇൻ ഏത് ഇക്വേഷന് കൊടുക്കണം മക്കളെ? ഏത് ഇക്വേഷൻ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ. ഞാൻ അത് കൊടുക്കുന്നത് യെസ് രണ്ടാമത്തെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 എടുത്ത് എഴുതാം. 2x മൈനസ് y ഇസ് ഈക്വൽ ടു 20. അതിൽ yക്ക് 14 കൊടുക്കുക. 2x മൈനസ് 14 ഈക്വൽ ടു 20 ആണ്. 2x ഇസ് ഈക്വൽ ടു 20 അതുപോലെ തന്നെ എഴുതുന്നു. മൈനസ് 14 ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് 14 എന്ന് കിട്ടും. 2x ഇസ് ഈക്വൽ ടു 20 പ്ലസ് 14 34 ആണ്. സോ x ഈക്വൽ ടു 34/2. x ഇസ് ഈക്വൽ ടു 17. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മളുടെ നമ്പേഴ്സ് കിട്ടി. ഫസ്റ്റ് നമ്പർ x ഈക്വൽ ടു 17 ആണ്. സെക്കൻഡ് നമ്പർ y ഇസ് ഈക്വൽ ടു 14 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. സെറ്റല്ലേ മക്കളെ? എല്ലാ ക്വസ്റ്റ്യൻസ് നല്ല ഭംഗിയായിട്ട് പഠിക്കുക. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അവസാനത്തെ ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഇക്വേഷൻ സോൾവ് ചെയ്താൽ നന്നായിട്ട് പഠിക്കുക. എല്ലാ മെത്തേഡ്സും നല്ലപോലെ നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.